തുടർച്ചയായി ബോക്സ് ഓഫീസ് ഹിറ്റുകൾ മാത്രം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ സ്വന്തം നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള വമ്പൻ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ടർബോയാണ് ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടി കമ്പനിയുടെ ചിത്രം. ആഗോള ബോക്സ് ഓഫീസിൽ ഏകദേശം 70 കോടിയോളം ചിത്രം നേടിയിരുന്നു. ടർബോയെ കൂടാതെ നൻപകൽ നേരത്ത് മയക്കം, റോഷാക്ക്, കാതൽ, കണ്ണൂർ സ്ക്വാഡ് എന്നിവയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മറ്റ് ചിത്രങ്ങൾ. നിലവിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഗൗതം മേനോൻ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിനോടനുബന്ധിച്ച ഫോട്ടോസ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടി കമ്പനി സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തിരുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ആദ്യത്തെ ചിത്രം എന്ന പ്രത്യേകതയും ഈ ഒരു സിനിമയ്ക്കുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 6ാമത്തെ ചിത്രമായ പ്രൊഡക്ഷൻ നമ്പർ 6-ൽ ഗോകുൽ സുരേഷ്, ലെന, സിദ്ദിഖ്, വിജി വെങ്കടേഷ്, വിജയ് ബാബു എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. കോമഡിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ക്രൈം ത്രില്ലർ ആയാണ് ഈ ചിത്രം ഒരുങ്ങുന്നതെന്നാണ് സൂചന. നവാഗതനായ ജിതിൻ കെ ജോസ് മമ്മൂട്ടിയെയും പൃഥ്വിരാജിനെയും കേന്ദ്ര കഥാപാത്രങ്ങളായി നിർമ്മിക്കുന്ന ചിത്രമാണ് മമ്മൂട്ടി കമ്പനിയുടേതായി 7ാമത്തെ ചിത്രമായി ഒരുങ്ങുക. 2010-ൽ പുറത്തിറങ്ങിയ പോക്കിരി രാജ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്ന ത്രില്ലർ ജനറിൽ കഥ പറയുന്ന ചിത്രമായിരിക്കും ഇത്. മമ്മൂട്ടി കമ്പനിയുടേതായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയും മഹേഷ് നാരായണനും ഒന്നിക്കുന്ന അടുത്ത ചിത്രമാണ് മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം. ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും സുരേഷ് ഗോപിയും ഉൾപ്പെടെ വമ്പൻ താരനിര ഭാഗമാകുമെന്നും വാർത്തകളുണ്ട്. അവാർഡ് സിനിമകളെന്നോ കൊമേഴ്ഷ്യൽ സിനിമകളെന്നോ വ്യത്യാസമില്ലാതെ വളരെ കോൺഫിഡന്റോടുകൂടി സിനിമകൾ നിർമ്മിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കും അപ്ഡേറ്റ്സിനുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.